നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ഭാസ്കരക്കാരനവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച് സർക്കാർ. ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം മരവിപ്പിച്ചത്. മന്ത്രിസഭാ തീരുമാനം എടുത്ത് 2 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയില്ല. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമായിരുന്നില്ല. അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റും പരാജയപ്പെട്ടുവെന്നും കുടുംബത്തിന് കൈമാറിയ ആരോഗ്യവകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ CV പുഷ്പകുമാരി, ഡോക്ടർ K ഷെർലി എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കുടുംബത്തിന് കൈമാറി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വുമൺ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. നിരാഹാര സമരം ഇന്ന് 2ാം ദിവസം. അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കെടുത്ത 2 പേർ കുഴഞ്ഞു വീണു. പ്രായപരിധിയിൽ ഒഴിവാക്കുന്നവരോട് അവഗണന അരുതെന്ന് CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ട്. ഒഴിവാക്കുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മ മേഖലയോ നിശ്ചയിച്ചു നൽകാത്ത ചില സംഭവങ്ങളുണ്ട്. സംസ്ഥാന സമിതികളിൽ ക്ഷണിതാക്കളുടെ എണ്ണം 5-ൽ കൂടരുത്. ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് കൂടുന്നുവെന്നും റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. വൈകുന്നേരം 3 മണിക്ക് NHM ഓഫീസിലാണ് ചർച്ച. ആശമാർക്ക് അനുകൂല തീരുമാനമെടുത്തു ഉത്തരവിറക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ റിമാൻഡിൽ. കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ്, സുകേഷ്, കാളിദാസ്, നിശാന്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിനെത്തിയ കാസർഗോഡ് ബേക്കൽ സ്വദേശിയാണ് പ്രതികൾ ആക്രമിച്ചത്. ചാലക്കുടിയിലെ പുലിപ്പേടിയിൽ യോഗം വിളിച്ച് ജില്ലാ കളക്ടർ. ചാലക്കുടി പാലത്തോട് ചേർന്ന് മേഖലയിൽ വീണ്ടും പുലി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കളക്ടർ യോഗം വിളിച്ചത്. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ. കരാർ കമ്പനി അടിപ്പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കമ്പികൾ മതിയായ വലിപ്പമില്ല എന്നായിരുന്നു പ്രധാന ആരോപണം. മുനമ്പം കേരളത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചാൽ പരിഹാരമുണ്ടാകും. വഖഫ് ഭേദഗതി ബിൽ പാസ്സായെന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ പറ്റില്ലെന്നും സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. നാളെ 5 ജില്ലകളിലും ശനിയാഴ്ച 6 ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ കുരുമുളക് ഉൽപാദനത്തിൽ ഇടിവെന്ന് കേന്ദ്ര കാർഷിക സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ. 8 മുതൽ 10% വരെയാണ് ഇടിവ് സംഭവിച്ചതെന്ന് രാംനാഥ് ഠാക്കൂർ പറഞ്ഞു. 2014-15 കാലത്ത് 85,431 ഹെക്ടറിൽ കൃഷി ഉണ്ടായിരുന്നതാണ് 2023-24 കാലത്ത് 7,269 ചുരുങ്ങിയത്. മധ്യപ്രദേശിൽ ക്രൈസ്തവ പുരോഹിതരെ പോലീസിന് മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് ഹിന്ദുത്വ പ്രവർത്തകർ. മണ്ഡാല പള്ളിയിലെ പുരോഹിതരും തീർത്ഥാടകരും ഉൾപ്പെടുന്ന സംഘത്തെയാണ് VHP ബജ്രംഗൾ പ്രവർത്തകർ മർദ്ദിച്ചത്. മണ്ഡാല പള്ളിയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിലെ വിവിധ പള്ളികളിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ആക്രമണം. ഗുജറാത്തിൽ യുദ്ധവിമാനം തകർന്ന് വീണ് പൈലറ്റ് മരിച്ചു. പരിശീലന പറക്കലിനിടെയാണ് വ്യോമസേനാ വിമാനം അപകടത്തിൽപ്പെട്ടത്.
സഹപൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റു. അപകട കാരണം വ്യക്തമല്ലെന്നും വിമാനം താഴെ വീണതിനെ തുടർന്നാണ് തീ പിടിച്ചതെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ വ്യോമസേനയും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. ഏപ്രിൽ 7 മുതൽ 9 വരെ നടക്കുന്ന സമിതിയുടെ യോഗത്തിന് മുന്നോടിയായാണ് പൂനം ഗുപ്തയെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ചു ഉത്തരവിറക്കിയത്. ജനുവരിയിൽ വിരമിച്ച മൈക്കിൾ ദേബബ്ര പത്രയുടെ പിൻഗാമിയായാണ് നിയമനം. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലെത്തി. തായ് പ്രധാനമന്ത്രി ഷിനവത്രയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള കരാറുകളിലും പ്രധാനമന്ത്രി ഒപ്പിടും. തായ്ലൻഡിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26%, ചൈനയ്ക്ക് 34% തീരുവ ചുമത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകണം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കരാറുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പദവികളിൽ നിന്നും വ്യവസായി ഇലോൺ മസ്ക് പടിയിറങ്ങുന്നു. ഡോജിലെ പദവി മസ്ക് ഒഴിയുമെന്ന് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളെ അറിയിച്ചുവെന്നാണ് വിവരം. ട്രംപുമായുള്ള ചർച്ചകളിൽ ബിസിനസ്സിലേക്ക് മടങ്ങാൻ മസ്ക് താൽപര്യം അറിയിച്ചുവെന്നും ഇതിന് US പ്രസിഡന്റ് അനുമതി നൽകിയെന്നുമാണ് റിപ്പോർട്ട്. മെയിലോ ജൂണിലോ മസ്ക് സ്ഥാനമൊഴിയുമെന്നാണ് സൂചന. ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെന്നാണ് കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഗാസ മുനമ്പിലെ ബഫർ സോണിലേക്കാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക. ദുബായ് എമിറേറ്റ് നീളമുള്ള മെട്രോ സ്റ്റേഷനുകളിലെ ദിശാ ബോർഡുകളും അടയാളങ്ങളും നവീകരിച്ച് RTA. ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങളിലാണ് യാത്രക്കാർക്ക് പ്രയാസകരമാവാത്ത രീതിയിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. സ്റ്റേഷനുകളിലെത്തുന്ന യാത്രക്കാർക്ക് നാവിഗേഷൻ കൂടുതൽ എളുപ്പവും ലളിതവുമാക്കുന്നതാണ് ലക്ഷ്യം. ദുബായിയുടെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. 7 വിപണികളിലാണ് തുടക്കത്തിൽ എമിറേറ്റ്സ് കൊറിയർ സേവനം നൽകുക. ദുബായിൽ നിന്നും മുംബൈയിലേക്ക് വെറും 2 മണിക്കൂറിലെത്താൻ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നു. മണിക്കൂറിൽ 600 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല ഇന്ധനം ഉൾപ്പെടെ ചരക്കുകളും കൊണ്ടുപോകാം. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് പദ്ധതി അവതരിപ്പിക്കുന്നത്. ഊബറുമായി ചേർന്ന് കൂടുതൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ RTA. ആഗോളതലത്തിൽ കൂടുതൽ കമ്പനികൾ രംഗത്തെത്തിയതോടെ അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ഊബർ ടെക്നോളജീസ്, WeRide, ചൈന ബൈഡുവിന്റെ അപ്പോളോ ഗോ എന്നീ സ്വയം നിയന്ത്രിത വാഹനങ്ങളാണ് ദുബായ് നിരത്തിലിറക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ ധ്രുവങ്ങളുടെ ആദ്യ കാഴ്ച പങ്കുവെച്ച് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ SpaceX. ആദ്യമായാണ് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ കടന്നുപോകുന്ന പോളാർ ഓർബിറ്റൽ ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്നത്. ഫ്രാം 2 പകർത്തിയ ചിത്രങ്ങൾ ഇലോൺ മസ്ക് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. ചൂടിൽ വലയുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായി AC ഹെൽമറ്റുകൾ. ഹെഡ് ഗിയറിനുള്ളിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കോമ്പാക്ട് കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയാണ് ഹെൽമറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എയർ കണ്ടീഷൻ ചെയ്ത ഹെൽമറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആഴക്കടൽ പര്യവേഷണത്തിലൂടെ പുതിയ തരം ജീവികളെ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ഷെമിറ്റ് ഓഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പര്യവേഷണ വാഹനം ജിലിയൻ തീരത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ജീവികളെ കണ്ടെത്തിയത്. ആഴക്കടലിൽ നിന്നുള്ള ചിത്രമാണ് ഷിമിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടത്.
മലപ്പുറം വെട്ടത്തൂരിൽ പച്ചക്കറി കടയിൽ നിന്ന് കഞ്ചാവും തോക്കുകളും പിടിച്ചെടുത്തു. 1.5 കിലോ കഞ്ചാവും 2 തോക്കുകളും തിരകളുമാണ് പിടികൂടിയത്. സംഭവത്തിൽ മണ്ണാർമല സ്വദേശി ഷറഫുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നാർക്കോട്ടിക് സെല്ലിന്റെയും ഡാൻസ് ഓഫിന്റെയും നേതൃത്വത്തിൽ മേലാറ്റൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും തോക്കുകളും പിടിച്ചെടുത്തത്. വൈറ്റിലയിലെ ചന്ദേർ കുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് ഭീഷണിയാകുമോ എന്ന് ആശങ്കയിൽ ജനങ്ങൾ. മെട്രോ തൂണുകൾക്കും പാളത്തിനുമെല്ലാം ഇതിന്റെ ആഘാതം ഏൽക്കുമോ എന്ന് പഠിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകി. മലപ്പുറം എടപ്പാളിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം. ആനക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡെലിവറി ബോയ് മരിച്ചു. എറിയാട് സ്വദേശി ഷാഹിർ സമാനാണ് മരിച്ചത്. ജോലിക്കിടെയുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാഹിർ സമാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ ചേർപ്പലി യുവാവിനെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയും സഹോദരനും റിമാൻഡിൽ. കരുവന്നൂർ സ്വദേശി അബ്ദുൽ കൃഷ്ണ, അരുൺ കൃഷ്ണ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ സ്വദേശിയായ ശരത്തിനെ മുഖത്തും ഷോൾഡറിലും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. തൃശൂർ മതിലകത്ത് യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിലായത് പതിയാശ്ശേരി സ്വദേശി നബിൽ. സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ. കാരുമാത്ര സ്വദേശിയായ സക്കീറിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മലപ്പുറത്ത് പൂരത്തിനിടെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് 2 പേർക്ക് പരിക്കേറ്റത്. വല്ലപ്പുഴ സ്വദേശി പ്രകാശ്, കോർത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂരവരവിനിടെ ബൈക്കുമായി എത്തിയ യുവാക്കളുമായി ബന്ധപ്പെട്ട തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ 2 പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന മഹബൂബ് ബസ് ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിക്കിനാണ് മർദ്ദനമേറ്റത്. ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി മുഹമ്മദിനെതിരെ കുറ്റ്യാടി പോലീസ് കേസെടുത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലിൽ രതിക്കാണ് മർദ്ദനമേറ്റത്. സ്വത്തു തർക്കമാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ മുളക്കുഴ ഗന്ധർവമുറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എഴുന്നള്ളിപ്പിടെ ഉണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. മുളക്കുഴ സ്വദേശി പ്രമോദാണ് മരിച്ചത്. കെട്ടുകാഴ്ചയുടെ മുകളിൽ കയറുന്നതിടെ കാൽ വഴുതിയ റോഡിൽ തലയടിച്ച് വീഴുകയായിരുന്നു. തൃശൂർ കുന്നംകുളത്ത് മാളിലുണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് അണച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ എബി മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ മേൽക്കൂരയിൽ വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി വീണ് ഭണ്ഡാരത്തിലെ നോട്ടുകൾ കത്തിയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് പോലീസിന് കത്ത് നൽകാൻ തീരുമാനിച്ചതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. സംഭവം അന്വേഷിച്ച ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നൽകിയ റിപ്പോർട്ട് പ്രകാരം 15,000-ഓളം രൂപയാണ് പൂർണ്ണമായും കത്ത് നശിച്ചത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പ്രഖ്യാപനം നടത്തി. വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു.
അന്താരാഷ്ട്ര ബാലപുസ്തക ദിനത്തിൽ അവധിക്കാല വിജ്ഞാന പദ്ധതി ആരംഭിച്ചു. വായനയാണ് ലഹരി, നല്ല പുസ്തകങ്ങൾ നമ്മുടെ വഴികാട്ടി എന്ന സന്ദേശവുമായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ലൈബ്രറി പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്തു. പോക്സോ കേസിൽ പ്രതിചേർക്കപ്പെട്ട CPIM നേതാവ് BH ശക്തി തന്നെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AITC സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീർ അധ്യക്ഷനായി. തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ ധർണ നടത്തി. കഴിഞ്ഞ 20 ദിവസമായി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി യാതൊരു ഇടപെടലും ഭരണസമിതി നടത്തുന്നില്ലെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാതോലിക്ക കോൺഗ്രസ് അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ മാർച്ച് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മരണമാണ്, മയക്കം വിട്ടുണരാം നാടിനായി എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച മാർച്ചിൽ സ്നേഹജ്വാല കത്തിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി. ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂരിന് സ്നേഹജ്വാല പകർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുത്തൂർ നമ്പ്യാർ റോഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഒല്ലൂർ CI വിമോദ് ക്ലാസിന് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ലിപി വർഗീസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗവും കാരണങ്ങളും അതിന്റെ പ്രതിവിധികളെയും കുറിച്ച് സംസാരിച്ചു. കാസർഗോഡിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമവാഴ്ച നിഷേധിക്കുന്ന നിയമമാണ് 2013 അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതെന്നും വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K ശ്രീകാന്ത് പറഞ്ഞു. മില്ലുടമകൾ അമിതമായി കിഴിവ് ആവശ്യപ്പെടുന്നതിനെതിരെ ആലപ്പുഴ മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസ് നെൽകർഷകർ ഉപരോധിച്ചു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. നെല്ല് സംഭരണം വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിനെ തുടർന്ന് സമരസമിതി കൂടിയാലോചിച്ച് സമരം അവസാനിപ്പിച്ചു. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച ഗുണനിലവാരമില്ലാത്ത കന്നുകാലികളെ ഗുണഭോക്താക്കൾ വാങ്ങാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്ന് ഇറച്ചി കച്ചവടക്കാർക്ക് വിറ്റ് ലക്ഷങ്ങൾ തട്ടി. സംഭവത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറ്റിനറി പോളിക്ലിനിക് ഉപരോധിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിലെ സംരക്ഷിത വനഭൂമിയിലെ അനധികൃതമായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോടികളുടെ അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അനധികൃത കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ചത്. എറണാകുളം മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ മാലിന്യം നീക്കാത്തതിൽ ഒറ്റയാൾ സമരം നടത്തി MJ ഷാജി. നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൊല്ലം അഞ്ചലിൽ ജപ്തി നടപടി നേരിടുന്ന വസ്തുക്കളിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമം തടഞ്ഞ് CPIM. അഞ്ചൽ ഇടമുളക്കൽ സർവീസ് ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേടുന്ന മാധവൻകുട്ടിയുടെ ബിനാമി വസ്തുക്കളിൽ നിന്നുമാണ് മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നത്. ഇത് ഏതു വിധേയനും തടയുമെന്ന് CPIM നേതാക്കൾ. തൃശൂർ ജവഹർ ബാലഭവനിൽ അവധിക്കാല ക്യാമ്പുകൾ ആരംഭിച്ചു. കളിവീട് 2025 ഭാഗമായി നടത്തുന്ന ക്യാമ്പ് MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ക്രഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാലടിത്തറ വെസ്റ്റ് അംഗനവാടിയിൽ ആരംഭിച്ച പദ്ധതി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാനത്താകെ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് 304 ക്രഷുകളാണ് സ്ഥാപിക്കുന്നത്.
തൃശൂർ കൊടകര ALPS ആലത്തൂരിൽ UKG കോൺവെക്കേഷൻ നടത്തി. PTA പ്രസിഡന്റ് സുനിൽ PS അധ്യക്ഷത വഹിച്ച യോഗം പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ സതീശൻ TK ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ പ്രധാന അധ്യാപകൻ NS സന്തോഷ് ബാബു നിർവഹിച്ചു. തൃശൂർ പാവറട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ശതാബ്ദി സമാപന സമ്മേളനം ഏപ്രിൽ 5 നടക്കും. സമ്മേളനം മുരളി പെരുന്തല്ലി MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സിനി ആർട്ടിസ്റ്റ് ഇർഷാദ് കേച്ചേരി മുഖ്യാതിഥിയാകും. മലപ്പുറം കുമ്പിടി മേലഴിയം ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം ഏപ്രിൽ 5 നടക്കും. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്ന വാർഷികാഘോഷത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് പീന ടീച്ചർ മുഖ്യാതിഥിയാകും. പരിപാടിയിൽ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറും. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന് 101ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കലാസാഗർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. കഥകളി വേഷം, സംഗീതം, ചെണ്ട, മദ്ദളം എന്നീ വിഭാഗങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച കലാകാരന്മാർക്കും കലാനിരൂപകർക്കും പുരസ്കാരം നൽകും. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ കലാകാരന്മാർക്ക് പുരസ്കാരത്തിന് അപേക്ഷിക്കാം. ഏപ്രിൽ 28 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.